പറഞ്ഞേ. ഹായ്. ഹായ് പറയ്. ഹായ്. ഹായ്. നോക്കി. നമ്മളെന്തുട്ടാ പറയാൻ പോണേന്ന് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് പറയ്. ഇന്ന് ഹായ് ഒന്നും കിട്ടിയില്ലേ? എൻ്റെ പേര് റജ ഫാത്തിമ ട്ടോ. ഞാൻ ആദ്യമായിട്ടാണേ ഇങ്ങനെ ഇരുന്നു കൊണ്ട് പറഞ്ഞ് ഒരു വീഡിയോ എടുക്കണത്. അപ്പൊ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ആദ്യം തന്നെ ഈ ഒരു ഐറ്റംസിനെ ഇവിടെ നിന്ന് മാറ്റട്ടെ. ഞാൻ അങ്ങനെ കുറേ നാളായി വിചാരിക്കും. എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു ഒരു ഡെലിവറി സ്റ്റോറി ചെയ്യണം എന്നുള്ളത്. എന്താണെന്നറിയില്ല. ഗർഭിണി ആയപ്പോൾ തൊട്ടുള്ള ആഗ്രഹം. പക്ഷെ എനിക്ക് ഒരു ചമ്മൽ, ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷ പറഞ്ഞതിന് നാണം, ചമ്മൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ഇപ്പോൾ ഒരു 5 വർഷം 6 വർഷമായിട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഒന്ന് ചെയ്താലോ ഡെലിവറി സ്റ്റോറിന്ന്. ഇപ്പം രണ്ടാമത്തെ ആളായി. ഞാൻ ഫസ്റ്റത്തെ ആളെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പൊ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാലും ഈ വക ഐറ്റംസ് ഉള്ള കാരണം നടക്കൊന്നുമില്ല, മര്യാദക്ക് നടക്കൂല. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഫസ്റ്റ് ഡെലിവറി 2021 ജൂൺ 5-ന്. തെറ്റിപ്പോയി, ജൂൺ 3-ന്. മോളുടെ പിറന്നാൾ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലേ. പറഞ്ഞത് 2021 ജൂൺ 3-നാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡെലിവറി. എല്ലാവരെ പോലെ തന്നെ ഭയങ്കര ആകാംക്ഷ. പക്ഷേ എൻ്റെ പെട്ടെന്നുള്ള ഡെലിവറി ആയിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ദിവസം ഞാൻ പ്രസവിച്ചത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡോക്ടർമാർ പറയും ഇന്ന ഡേറ്റിന് വരണം, അങ്ങനെ നമ്മൾ തലേദിവസം വന്ന് അവിടെ പോയി അഡ്മിറ്റ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ പ്രസവിച്ചത്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തേൽ അങ്ങനെ വലിയ ആകാംക്ഷയും ഒന്നും കിട്ടിയില്ല. നമുക്കുണ്ടാവില്ലേ തലേദിവസം വന്ന് നമ്മൾ പിറ്റേ ദിവസം പ്രസവിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ, ലേബർ റൂം, അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. കാരണം കാലത്ത് ഒരു സംശയം തോന്നി, പോയി, പിന്നെ അഡ്മിറ്റായി, പ്രസവം, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പറയാൻ വന്നത്, എൻ്റെത് ബൈക്കോണിക് കേട്ടിട്ടുണ്ടാവും, 2 ഗർഭപാത്രം. ഞാൻ ഇപ്പോഴാട്ടോ അറിയണേ, എൻ്റെ പ്രസവത്തിന് ശേഷമാണ് എൻ്റെ ഗർഭപാത്രം ഇങ്ങനെയാണെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ പ്രസവം കഴിയണ വരെ, സിസേറിയൻ കഴിയണ വരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഗർഭപാത്രം ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു പ്രഗ്നൻസിയാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും വയറുവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഇപ്പോൾ പറയാൻ വന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ പറയണത്. ഫസ്റ്റത്തെ ഞാൻ വേറൊരു എപ്പിസോഡായിട്ടിടെ. അപ്പോൾ എനിക്ക് തലേ ദിവസം, ഡെലിവറി നടക്കണതിൻ്റെ തലേ ദിവസം, അന്ന് എൻ്റെ ഭർത്താവിന് ഷാനോനൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയിരിക്കണോണ്ട് കാലത്തൊട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് കാലത്തൊട്ടിട്ട് ഇങ്ങനെ കുഞ്ഞിനല്ലെങ്കിൽ നല്ല ചവിട്ടാം, വയറ്റിൽ കിടന്ന് ഭയങ്കര ചവിട്ടാം. അന്നത്തെ ദിവസം തീരെ എനക്കില്ല. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് ആദ്യം എനിക്കിങ്ങനെ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, വയറ്റിൽ എനക്കില്ല. അങ്ങനെ ഞാൻ ഷാനുവിനോട് തീരെ സമാധാനം കൊടുക്കാണ്ട് ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ബേബിക്ക് ഒരു കുഴപ്പമില്ല. അത് തന്നെ പിന്നെ എനിക്ക് റിപ്പീറ്റായിട്ട് പറയാനൊരു മടിയായിരുന്നു. എൻ്റെ തോന്നലാണോ നമുക്കറിഞ്ഞൂടാ, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം എൻ്റെ സംശയം കൊണ്ടാണോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ ഇങ്ങനെ ഇരുന്നു. ഓരോരുത്തർ പറഞ്ഞ് ചൂടുവെള്ളം കുടിക്കി, അത് കുടിക്കി, ഇങ്ങനെ നടക്ക്, ഇങ്ങനെ കിടന്നു നോക്ക്, അതൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു അനക്കവും ഇല്ല. അങ്ങനെ ഞാൻ അപ്പുറത്തെ കുട്ടിയോട് പോയിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അപ്പുറത്ത്, അപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി നോക്കാം, ഭർത്താവ് കല്യാണത്തിന് പോയിരിക്കല്ലേ, എങ്ങനെ വിളിക്കും, എനിക്ക് അനുസരിച്ച് ധൈര്യമില്ല. എൻ്റെ സംശയത്തിന് കല്യാണം കോളാക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഞാൻ വിളിച്ചില്ല. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ആവാറായപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ ആൾ വരുമ്പോൾ എന്തായാലും 12-1 മണിയൊക്കെ ആവും രാത്രി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നേരത്ത് പോകണ്ട, എൻ്റെ തോന്നലാവെന്ന് വെച്ചിട്ട് ഞാൻ രാത്രി അങ്ങനെ വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് നേരത്തെ തന്നെ പോയിട്ടോ. എന്ന് വെച്ചാൽ എനക്കില്ല, അപ്പോഴും എനക്കായിട്ടില്ല, മര്യാദയ്ക്ക് എനക്കായിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായി കിട്ടണോണ്ട് പിന്നെ എൻ്റെ സംശയമാവും വെച്ചിട്ട് ഞാനത് അത്ര കാര്യമാക്കിയില്ല. കാലത്ത് തന്നെ ഞാൻ ശാന്തിയിലാണ് കേട്ടോ കാട്ടിയിട്ടുള്ള ഡോക്ടറെ. പക്ഷെ അത്ര ദൂരത്തേക്ക് പോകണ്ടേന്ന് വെച്ചിട്ട്
തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഷാനുവിനോട് പറഞ്ഞു, നമുക്ക് ഹാർട്ട് ബീറ്റ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. വേറെ സ്കാനിങ് ഒന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഹാർട്ട് ബീറ്റ് കേൾക്കണം. അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ബൈക്കോണിക് ആയ കാരണം എനിക്ക് മാസത്തിലൊക്കെ എൻ്റെ സ്കാനിങ് നടക്കാറുണ്ട്. എനിക്ക് എപ്പോഴും പെയിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കാശ് കളയണ്ട. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സ്കാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് പറയാൻ മടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഷാനുവിനോട് നമുക്ക് വേഗം ഹാർട്ട് ബീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണ്ട, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി വെയിറ്റ് ചെയ്തു. പെയിനൊന്നുമില്ല, ഒരു കാര്യമില്ല, നോർമൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും വന്നല്ലോ ഒന്ന് സ്കാൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഷാനുവിനോട് പറഞ്ഞു വേണ്ട സ്കാനിങ് ഒന്നും വേണ്ട, നമുക്ക് നേരം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഡേറ്റ് ഒന്നും ആയിട്ടില്ല, കുഞ്ഞിന് 35 വീക്സ് ആവണുള്ളൂ, പിന്നും ഉണ്ടല്ലോ സമയം. അപ്പോൾ നമുക്കൊരു ജൂലൈയിൽ ഒരു 21-നാണ് പറഞ്ഞത്. അപ്പോൾ ജൂൺ 3 ആയിട്ടുള്ളൂ. അപ്പോൾ ഷാനുവിനൊരു ഡൗട്ട്. ഷാനു പറഞ്ഞു അങ്ങനെ പറയാറില്ല. ഷാനു പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നിറച്ച ആൾക്കാർ, നല്ല തിരക്കാണ്. അപ്പം എൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. നിറച്ച ആൾക്കാർ. കുറച്ച് നേരം ഇരുന്നിരുന്ന് ഷാനുവിനും ദേഷ്യം വന്നു തുടങ്ങി. കുറച്ച് നിറച്ച ആൾക്കാരായിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ അവസാനം വിളിച്ച് പോയി സ്കാൻ ചെയ്യണായിട്ട് ഡോക്ടർ ചോദിച്ചു ഇതെന്ത് അനക്കം ഇപ്പോഴാണോ കുറഞ്ഞു തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഇന്നലെ എനിക്ക് തോന്നിയെന്നോ. അപ്പോൾ ചോദിച്ചു എന്താ അപ്പം തന്നെ വരാനേന്ന് ചോദിച്ചു. സ്കാൻ ചെയ്യണോ ഡോക്ടർ. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് നോക്കാൻ ഡോക്ടർ പോയി. അപ്പോൾ ഡോക്ടർ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു ഡ്യൂട്ടി ഡോക്ടർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയിരിക്കണം. അപ്പോഴും ലേറ്റ്. അപ്പോൾ ഈ ചെറിയൊരു വേദന തോന്നിയിട്ടാ, ചെറിയത്, വലിയ വേദന എന്നൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞൊരു വേദന, ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അടുത്ത ഹെഡ് നേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു വേണമെന്ന് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, വേണമെങ്കിൽ നാരങ്ങ വെള്ളം എന്തെങ്കിലും കുടിച്ചോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ നാരങ്ങ വെള്ളം കുടിക്കാൻ പറയണതെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞു, പറഞ്ഞു വേഗം തന്നെ എവിടേക്ക് കാട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് പൊക്കോളാൻ പറഞ്ഞു, കുഞ്ഞിനെ അനക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈക്കുമ്മല വന്നത്. അങ്ങനെ ബൈക്കുമ്മ പോണോ വേണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട്, അപ്പോൾ രണ്ടുപേർക്കും വലിയാണ്ട് കാര്യമായിട്ടുള്ള വിവരമൊന്നുമില്ല. അപ്പം എൻ്റെ ഷാനു പറഞ്ഞു എന്താ അനക്കില്ല എന്ന് പറയണേന്ന് വെച്ചു. ഞാൻ പറഞ്ഞപ്പോൾ അനക്കില്ല, അതായിരിക്കും വേഗം പോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ കാറ് കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കാറ് വിളിച്ചു ചോദിച്ചപ്പോൾ വൈകുന്നേരം ആവും കിട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഒപ്പിക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരനക്ക് എന്താ പറയുക, എനിക്ക് അങ്ങനെ അനക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്ക് ഡൗട്ട് തോന്നി, ആൾ വേറെ കൂട്ടുകാരൻ ഡോക്ടറാണ്. അപ്പോൾ ആളെ വിളിച്ചു വെച്ചപ്പോൾ ആൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ 4 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിക്കോളാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ. അങ്ങനെ ആൾ വേറെ വണ്ടിയൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ പോയി, പെട്ടി സാമാനം എല്ലാം കൊണ്ടിട്ട് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് വേദന ഒന്നുമില്ല. അവിടെ കയറ്റി ഡോക്ടർ അപ്പോഴും ചോദിച്ചു ഇന്നലെ വരണ്ടേന്ന് വെച്ചു എന്നോട്. ഇന്നലെ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ലേബർ റൂമിലേക്ക് ആക്കി, ലേബർ റൂമിലല്ല നമ്മൾ അവിടേക്ക് മാറ്റി. അപ്പം ഞാൻ നോക്കിയപ്പോൾ നിറച്ച് ഗർഭിണികൾ എടുക്കണ്ട, എല്ലാവരും നല്ല കരച്ചിൽ. എനിക്കാച്ചൊരു വേദനയില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം വന്ന മാസം എടുക്കണ കാരണം ഇപ്പം എനിക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ എന്നെ വിടുന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. അപ്പം എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ സിസ്റ്ററിനോട് വെള്ളം ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിച്ച് പോയി കഴിഞ്ഞിട്ടും അവിടെ ഭയങ്കര കരച്ചിലുണ്ടപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. എന്നെ എന്തിനാ ഇവിടെ കയറ്റി കെടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് എനിക്കൊരു വേദനയില്ല, ഒന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ഒന്നും കൂടിയും വെള്ളം ചോദിച്ചു. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് വെള്ളം തരാമെന്ന് പറഞ്ഞു. ഓപ്പറേഷനാ? അപ്പോൾ എനിക്ക് ആകെ പേടിയായി പോലെ. എന്നുവെച്ചാൽ അമ്മയുണ്ട് പുറത്ത്, ഷാനുണ്ട്, ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല ഓപ്പറേഷൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ചാടി പറഞ്ഞു എനിക്ക് അമ്മേനെ കാണണം, ഹസ്ബൻഡിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ കാട്ടിത്തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ തൊട്ടടുത്തുള്ള ലേഡിക്ക് എടുക്കുന്നുണ്ട് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട്. അങ്ങനെ അവരെ വന്നിട്ട് എന്തോ വെള്ളം പൊട്ടിച്ചളയോ എന്തോ ചെയ്യണ കണ്ട് കരച്ചിലായപ്പോൾ അപ്പോഴും സിയാ അപ്പം വേദന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ എന്നെ ഫസ്റ്റ് കയറ്റണേ എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം അവർക്കൊക്കെ കരച്ചിലാണ്. ഒരു മിനിറ്റ് അവൾ വെളിച്ചം കളഞ്ഞു. അപ്പം എനിക്ക് വേദനകളൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏത് നേരം യൂറിൻ ഇൻഫെക്ഷൻ പോലെയായിരുന്നു. മൂത്രത്തിൽ പഴുപ്പ് പോലെ ഇങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും. ഈ പ്രസവം തുടങ്ങിയ പിന്നെ തൊട്ട് പ്രഗ്നൻ്റ് ആയ പിന്നെ തൊട്ട് പ്രസവം കഴിയണ വരെ എനിക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ട്യൂബ് കയറ്റുമല്ലോ, അത് സിസേറിയൻ ചെയ്യണടുത്ത്, ആ ട്യൂബ് കയറ്റലാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാഞ്ഞത്. അത് കയറ്റി എന്തോ പഠിച്ചവൻ്റെ ഭാഗ്യം കൊണ്ട് ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് ആദ്യത്തെ പ്രസവം എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രസവ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകണ നേരത്ത് അവിടെ ഉള്ളവരെല്ലാവരും കരച്ചിലായിരുന്നു. അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഫസ്റ്റ് എന്നെയാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ പ്രസവിക്കാൻ പോവുകയാണ്, എനിക്കൊരു ബേബി ഉണ്ടാവണം, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മൈൻഡിൽ വരുന്നില്ല. കാരണം പെട്ടെന്നായല്ല. ഇന്ന് ഞാൻ പ്രസവിക്കില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ലേബർ റൂമിൽ കിടന്നിരുന്നത്. എന്നിപ്പോൾ ഈ ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളടത്തൊക്കെ പരിശോധിച്ചാലും ഇവിടുത്തെ ഡോക്ടർ എന്ന് പറയണത് പെട്ടെന്നൊന്നും നമ്മൾ വലിയ അതിന് മുന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഇങ്ങനെ ലീക്ക് ആവണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് പ്രസവിക്കുന്നു. വെള്ളം കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ, വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ പ്രസവിക്കുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വലിയ കാര്യമൊന്നുമില്ല, കുറച്ചൊക്കെ പോകുന്നു. അപ്പം അതുപോലെ തന്നെ എനക്കും കുറച്ച് നേരം കുറഞ്ഞ് പിന്നെ അത് ശരിയായിക്കോളും എന്നുള്ളത് പറയുന്നു വിചാരിച്ച. കാരണം എനിക്ക് പ്രസവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഡോക്ടർ വരും, ഇത് നോക്കും, ടെസ്റ്റ് ചെയ്യും, എന്നോട് പോകാൻ പറയും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പ്രസവിക്കാൻ പോകണ എന്നെ അങ്ങനെ കൊണ്ടുപോകണത് അമ്മേനെ ഇവരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിരുന്നു. എന്താ എന്നുള്ളതൊന്നും എനിക്കറിയണില്ല. പ്രസവിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചെന്നു എന്നെ എന്താ പറയുക, നമുക്ക് അനസ്തേഷ്യ തരുമല്ലോ. അനസ്തേഷ്യൊക്കെ പെട്ടെന്ന് വലിയ വേദന ഞാൻ കേട്ടിരുന്നു. പക്ഷെ എനിക്കതൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഫസ്റ്റത്തേൽ ഒരൊറ്റ വേഗം എവിടെ സ്ഥലം, ഞാൻ തൃശ്ശൂർകാരിയാണ്, അപ്പോൾ വടകരയാണല്ലോ താമസിക്കണം. അപ്പോൾ എൻ്റെ ഭാഷ കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ഇത് ഏത് ഭാഷ എവിടെയാണെന്നൊക്കെ ചോദിക്കണം. എൻ്റെ ഇടയിൽ 2 കുത്തും കുത്തി അനസ്തേഷ്യ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി, കാരണം നമ്മളെ കണ്ണിങ്ങനെ കെട്ടിവെക്കുമല്ലോ, കെട്ടിവെച്ച് കുറേ കഴിഞ്ഞ് ഇങ്ങനെ ഇവർ പറയുന്ന വർത്താനമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കിടക്കും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞി കരച്ചിൽ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ആൾ പുറത്തേക്ക് വന്നു. അപ്പോൾ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കാണണം എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ അതുവരെ ഇല്ലാത്ത പെട്ടെന്ന് അമ്മയായി എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. എന്നിട്ട് ഞാൻ കണ്ണഴിച്ചപ്പോഴോ കണ്ണി കെട്ടി നമുക്ക് ഇരുട്ടണം, കുഞ്ഞിനെ കാട്ടിയിട്ട് എനിക്ക് കാരണം മര്യാദയ്ക്ക് കാണുന്നില്ല. ഞാൻ നേഴ്സിനോട് പറഞ്ഞു ഒന്നും കൂടി ഒന്ന് അടുപ്പിച്ച് വരുമോയെന്ന് ചോദിച്ചു. അതിനെന്താണെന്ന് വെച്ച് കാണിച്ചു. പിന്നെ ഞാൻ നേഴ്സിനോട് വെച്ചു ഒരു ഉമ്മ കൊടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആ കൊടുത്തോന്ന് അറിഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മോളിങ്ങനെ പിന്നെ പറയാൻ പറഞ്ഞു, ഞാൻ നേരത്തെയാണ് പ്രസവിച്ചത്, ആ ഡേറ്റിലൊന്നല്ലല്ലോ, 35 വീക്സ് ആവണല്ലോ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു, 2,450 ഉണ്ടായിരുന്നുള്ള ദിവസത്തേക്ക്. അപ്പം കുഞ്ഞെന്ന് തന്നെ ഭയങ്കര കുഞ്ഞാണ്, അറിയാലോ വെയിറ്റ് കുറവാണ്. അങ്ങനെ കുറച്ച് നേരം 3-4 മണിക്കൂറോ അവളെ ഇതിൽ നമ്മൾ ICU എടുത്തോലോ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ മോൾക്ക് ഞാനൊരു ഉമ്മ കൊടുത്ത് പിന്നെ നമുക്ക് ബോധം പോവും. ഇതൊക്കെ ചെയ്തതിൻ്റെ മരുന്ന് കയറ്റലും കാര്യങ്ങളും. അങ്ങനെ രാത്രിയാണ് പിന്നെ എനിക്ക് എൻ്റെ മോളെ ഞാൻ കാണുന്നത്. അതിലെനിക്ക് എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മൾ അമ്മയാവാന്ന് പറയുന്ന കാര്യം. കല്യാണം കഴിഞ്ഞാൽ നമ്മളൊരു ഭാര്യയാവും, അത് കഴിഞ്ഞ് അമ്മയാവെന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷെ ആദ്യത്തെ ഈ ഒരു പ്രസവത്തിൽ എനിക്ക് 9 മാസമാണ് കേട്ടോ എന്നെ ബുദ്ധിമുട്ടിക്കുക. 9 മാസം എനിക്ക് കിട്ടില്ല. ഈ ബൈക്കോണിക് ആയ കാരണം, ബൈക്കോണിക് എന്ന് പറയുമ്പോൾ 2 ഗർഭപാത്രം, ഒന്ന് വേസ്റ്റ് ഗർഭപാത്രമായിരിക്കും, അതിൽ നിന്ന് എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷെ എനിക്കെന്തോ ഭാഗ്യത്തിന് ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല. എനിക്കങ്ങനെ ബ്ലീഡിങ് ആയിട്ടൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. മറ്റേത് ചെറിയ അറയായിരിക്കും, അതിൽ ഈ കുഞ്ഞന്മാർക്ക് ഒരു 8 മാസം വരെ വളരാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ സ്പേസ് കുറവായിരിക്കും എന്ന് പറയാം. എനിക്കില്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ തന്നെ വേണം. അപ്പം നമ്മൾ പ്രസവം കഴിഞ്ഞപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന എനിക്ക്.
എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല എന്നും പറയും. സ്കാനിങ്ങിലും കാണില്ല, ഒന്നിലും ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേദന വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ് അവർക്ക് മനസ്സിലാവുന്നുമില്ല. പക്ഷെ ആദ്യത്തെ പ്രസവം ഓക്കെ, ഡെലിവറി ഓക്കെ, എനിക്ക് വേദനയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. രണ്ടാമത്തത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം രണ്ടാമത്തത് ഞാൻ ഈ ഒരു ചിന്ത വെച്ചിട്ടാണ് പോയത്. പക്ഷെ അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണേ, നിങ്ങളിതൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇതിപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ച വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്ന് ക്ഷമിച്ച് തരണേ. ബൈ.